സമര സ്ഥലത്തൊന്ന് 1 ലക്ഷം രൂപ കൊടുത്തു. അതും ബാങ്കിലിട്ട് ഇരിപ്പാണ്. ഞാൻ അങ്ങനെ ഇവിടുന്ന് കോഴിയിറച്ചി മറ്റുപോലെ തിന്നല ചെയ്യുന്നത്. ഈ 2 ലക്ഷം എന്റെ ബാങ്കിൽ കിടക്കും. അതിനുശേഷം എത്രയോ പേര് എനിക്ക് 50,000 രൂപ പ്രഖ്യാപിച്ച് പല സ്ഥലങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ജസ്റ്റ് ചെല്ലാൻ വേണ്ടി. അതൊന്നും ഞാൻ സ്വീകരിച്ചില്ല. ഈ കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾ അറിയുന്നില്ല. ഒത്തിരി പേര് അറിയാത്തവരുണ്ട്. അവരിലെ ഈ സംഭവം എത്തിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ വന്നു. എല്ലാവരും അറിയുന്നതെന്ന് പറഞ്ഞാൽ ചിറ്റലപ്പള്ളി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂടുന്നു. ജസീറയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. എല്ലാവരും ചിറ്റലപ്പള്ളി പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ജസീറ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണെന്ന് ആരും കേൾക്കുന്നില്ല. ചേച്ചിയോട് ഞങ്ങൾ ഇതൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. അത് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് ഒന്നും കാര്യമില്ല. 150ാമത്തെ പ്രാവശ്യം മോനെ ഇപ്പൊ ചിറ്റലപ്പള്ളി ഒരാൾ വന്നാൽ മറ്റേ ചൈൽഡ് ലൈൻകാർ വന്നില്ലേ, ഇതൊന്നും ഒരമ്മക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. നമ്മൾ പോയി മക്കൾ നോക്കുന്നത് ഞാൻ ഇന്നലെ ഇവരോട് ചോദിച്ചു. ഇവിടെ എന്റെ കൂടെ 4 പേരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങി വന്നു. 4 പേര് എനിക്ക് കാവൽ നിന്നിട്ടും കൂടെ എന്റെ 2 പെൺമക്കൾ ഒരു കുഞ്ഞിനെയും കൂട്ടിപ്പോൾ ഞാനിവിടെ ഇരിക്കുമായിരുന്നു. 4 ആളെ എനിക്ക് കാവൽ ഇന്നലെ ആരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 4 പേര് 4 മണി വരെ വെളുപ്പിന് 4 മണി വരെ ഇവിടെ എന്റെ മുമ്പിൽ കൂട്ടിയിരുന്നു. എന്നിട്ട് പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ എന്റെ മക്കളെ ഞാൻ സംരക്ഷിക്കുമ്പോൾ പിന്നെ അതൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് AC റൂമിൽ കിടന്നിറങ്ങി കാറും കൂട്ടി വിലസി നടക്കുന്ന അത്രയും കുറിച്ച് നടക്കുന്ന കുട്ടികൾ പറഞ്ഞ ദേഷ്യം വരില്ലേ? തീർച്ചയായും 4 മാസം അവിടെ അങ്ങനെയായിരുന്നു. തെരുവിൽ ഡൽഹിയിൽ നിങ്ങൾക്കല്ല പീഡനം നടക്കുന്ന നാട്. ഭാഷ പോലും അറിയില്ല വിളിച്ചൊന്ന് പോലീസിനോട് പറയാൻ. ആ നാട്ടിൽ ഞാൻ ഉറപ്പുപോയി എന്റെ മക്കൾ ഞാൻ നോക്കിയത്. എന്റെ മക്കൾക്ക് ഒരു ആപത്ത് വരാൻ ഞാൻ നോക്കിയത് ഇത്രയും കാലം ഇല്ല. ജീവിക്കാൻ അവകാശം ആദ്യം, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം. പ്രഖ്യാപിച്ചാൽ തിരിച്ചെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റോട് അവരൊന്ന് മീഡിയകളെ വിളിച്ചിട്ട് ഞാൻ ജസ്റ്റ് കൊടുക്കൂലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം എടുത്ത് ബാഗ് എടുത്ത് പോകും നമ്മൾ. അത് വാക്കാം. ഇത് 5 ലക്ഷം പ്രഖ്യാപിക്കുക, പത്രസമ്മേളനം വിളിക്കുക, പ്രഖ്യാപിക്കുക, നാട് മുഴുവൻ വിളിച്ചോതുക, രഹസ്യമായിട്ട് ഫോൺ വിളിച്ച് എന്നോട് തരൂല എന്ന് പറയുക. എന്താ ന്യായം? അതിനൊന്നും തീരുമാനം വേണ്ടേ? അത് തീരുമാനിക്കാതെ എനിക്ക് വീട്ടിൽ പോയി ഉറക്കം വരില്ല. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ വന്നത്. ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇപ്പൊ അവിടെ സമരം ചെയ്തത് ചിറ്റിലപ്പള്ളി മാത്രമേ 5 ലക്ഷം പ്രഖ്യാപിച്ചിട്ടുള്ളൂ തന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ ഒത്തിരി പേര് സഹായിച്ചു എന്ന് പറഞ്ഞു. അതൊന്നും ആർക്കും അറിയില്ല. കായംകുളം കൂട്ടായ്മയില് 1 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെന്നെ ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത കായംകുളത്തേക്കാണ് ഓടുന്നത്. അതിന്റെ കാര്യമില്ല. പിന്നെ ആദരപ്പുസലാം, പിന്നെ 50,000 രൂപ കണ്ണൂരിന്ന്. ഇവിടെ തിരുവനന്തപുരം ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ടായിട്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ഇതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം ജസീർ ചെയ്തത്, നമുക്ക് വേണ്ടി ഒന്ന് ശബ്ദിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യുമ്പോഴേ ഞാനത് സ്വീകരിക്കാനല്ല ഫസ്റ്റ് പോയത്. ഇവിടെ ആൾക്കാർ ഇവിടെ നിങ്ങൾ വെൽഫെയർ പാർട്ടി ഉണ്ടോ ചോദിക്കും. അവിടെ എനിക്ക് സ്വീകരണം വെച്ച് തിരുവനന്തപുരത്ത് കാത്തുപോയെന്ന്. അവിടെ ആദ്യം വരാൻ പറഞ്ഞു. ഞങ്ങൾ സ്വീകരണത്തെക്കാൾ വലുത് ഇവിടെ ഒരു കാര്യം ബാക്കിയുണ്ട്. ഞാൻ സമരത്തിലായതുകൊണ്ട് ഇത്രയും കാലം പിടിച്ചു തന്നു. ഇതൊന്ന് പൊട്ടിത്തെറിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് മതി സ്വീകരണമൊക്കെ. സ്വീകരണം ഇനി ഐശ്വര്യക്ക് നേടാം. സ്വീകരണക്കാർ വലുത് ഈ ഒരു കാര്യമുണ്ട്, മനസ്സമാധാനം അല്ലേ? ഇത് എന്നോട് ചെയ്യുന്നതല്ല, ഒരു പാവപ്പെട്ടവരോട് പണക്കാർ ചെയ്യാൻ പാടില്ലാത്തത്. അത്രയും ഞാൻ കാണുന്നുള്ളൂ. എന്നെ ചെയ്തൊന്നല്ല. എന്നെ നിങ്ങൾക്ക് ഒന്നോ ഞാൻ തയ്യാറാണ് മരിക്കാൻ വേണ്ടി. പക്ഷെ ഒരു പാവപ്പെട്ടവരെ ഒരാളും പണക്കാരും കളിപ്പാട്ടമാക്കാൻ പാടില്ല. അവരുടെ കഷ്ടപ്പാടിനെ ഒരാൾ മുതലെടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു നിലപാട്. ഞാൻ പാവപ്പെട്ടവർ, അവർ പണക്കാർ, നമ്മൾ തമ്മിലുള്ള യുദ്ധമാണ്. ആര് ജയിക്കുന്നത് നിങ്ങൾ കാണട്ടെ. കേരളത്തിൽ പാവപ്പെട്ടവർ ജയിക്കുവാണെങ്കിൽ ഞാൻ ജയിക്കും. അതല്ല പണക്കാരെ ജയിക്കുന്നെങ്കിൽ അവർ ജയിക്കും. പക്ഷെ ഈ കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾ അറിയുന്നില്ല. ഒത്തിരി പേര് എല്ലാവരും അറിയുന്ന രാഷ്ട്രീയവൽക്കരണമാണ് ഇത് സമരം. അങ്ങനെയൊക്കെയാണ് പൊതുജനങ്ങൾ എത്തിക്കുന്നത്. അല്ല ചിറ്റിലപ്പള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ. ഈ പണം വാങ്ങിത്തരം ഈ കുട്ടികൾ ഇവരോട് പറഞ്ഞല്ല തന്നത്. എല്ലാരും ഇങ്ങോട്ടൊന്ന് സഹായിക്കാൻ സ്വീകരിക്കുന്നത് ആരാണെന്നോ അല്ലെങ്കിൽ അത് തീവ്രവാദം അല്ലെങ്കിൽ അതാണോ എല്ലാം മനുഷ്യരാണ്. മനുഷ്യരാണ് എന്നോട് സംസാരിക്കുന്നത്. അത് പാർട്ടി പ്രവർത്തക നേതാവാണോ അല്ലെങ്കിൽ ഇവരാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോ ആ ഒരു നിങ്ങൾ മുമ്പ് നിന്നാണ് ഇവർ പണം കൊണ്ടുവന്നത്. എനിക്ക് അവരാരാണെന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതെല്ലാം മനുഷ്യത്വ സ്നേഹത്തിന്റെ വന്നു അവര് തന്നു, ഞാൻ തിന്നു. അതങ്ങനെയാണ്. അത് നിങ്ങളിപ്പം പറഞ്ഞ അവര് വന്നിട്ട് പണം തിന്നിനി അവനാ എന്റെ ഭാഗത്താ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവില്ല? ഇല്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ രാഷ്ട്രീയ പാർട്ടി ഇല്ല അങ്ങനെ രാത്രി കൂട്ടുന്നത്. പക്ഷേ ഏതെങ്കിലും പാർട്ടി ആയിരിക്കും. അവർ പാർട്ടിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂട്ടുനിന്നത് അവരാണ്. ചിറ്റിലപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഈ സമരം രാഷ്ട്രീയ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം.
ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. അതിൽ പഠിച്ചോനിക്ക് അതിൽ സത്യാവസ്ഥ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് ഇപ്പൊ പരസ്യമായിട്ട് എന്റെ കയ്യിൽ തന്നാൽ തോറ്റുപോയി, തോക്കാൻ തയ്യാറില്ല. പക്ഷെ മക്കളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഞാൻ സമ്മതിക്കുന്നില്ല. പിന്നെന്താ ചെയ്യുക? പിൻവലിക്കുക. എന്തിനാ പിൻവലിക്കുന്നതെന്ന് ജോലങ്ങൾ ചോദിക്കുമ്പോൾ മറുപടിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് രാഷ്ട്രീയമാണ്, ഞാൻ തിരിച്ചെടുക്കുന്നു. ആ ഒരു പേര്, ആ ഒരു കാരണം കിട്ടാൻ വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുന്നു. എനിക്കൊരു രാഷ്ട്രീയമില്ല, ഇവിടെ ഒരു കൊടിയുമില്ല. ഞാൻ ഒറ്റക്കാണ്, നിങ്ങൾ മീഡിയയുടെ മുഴുവൻ കണ്ടത് ഞാൻ ഒറ്റക്കാണ് ഇവിടെ വന്നിരുന്നത്. ആ പേര് വന്ന് പിൻവലിക്കണം. മാന്യമായിട്ട് പിൻവലിക്കുക. അതിലേക്ക് മാന്യമായിട്ട് പേര് ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിക്കുന്നതുകൊണ്ട് കൊടുക്കുന്നില്ല. അതൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ജനങ്ങളൊന്നും പൊട്ടന്മാരൊന്നല്ല ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കാൻ. ഇതിന്റെ സത്യാവസ്ഥ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഞങ്ങൾ വന്ന് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം. ആദ്യം ചോദിച്ച ചോദ്യം തെറ്റായിരിക്കാം, അതുകൊണ്ട് ചിലപ്പോൾ ചൂടായി. അതാ മനസ്സിലാകാം ഞങ്ങൾക്ക്. ഇതുവരെ ചിറ്റിലപ്പള്ളി എന്തെങ്കിലും കോൺടാക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തോ? ഞാൻ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കളയും, വിളിച്ചാൽ എടുക്കില്ല. വേറെ ആരെയും വരുമ്പോൾ അവരെ മൊബൈലിൽ ഞാൻ വിളിക്കും. അപ്പം ഞാൻ സാർ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, അതല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ സാർ തന്നാൽ മതി, അല്ലെങ്കിൽ സാർ ഇങ്ങോട്ട് കൊണ്ട് തന്നാൽ മതി, ഞാൻ പിൻവലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്റെ ഭർത്താവിന് ഫോണിൽ വിളിക്കുമ്പോൾ എടുക്കൂല. ആരുടെയും ഒരു ഫോൺ നമ്പറുമായിട്ട് ഇവരെ വിളിച്ചാലേ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അപ്പൊ കട്ടാക്കും. അങ്ങനെയാണ് ഡൽഹിയിൽ ഞാൻ ഇവിടം വരെ എത്താൻ വേണ്ടി പെട്ട പാട്. ഡൽഹിയിലല്ലേ ഞാൻ ഒന്ന് സംസാരിച്ച 2 തെറി അങ്ങ് പറഞ്ഞ് എനിക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ. തെറി കേൾക്കത്തില്ലല്ലോ അയാൾ, വേഗം ഫോൺ കട്ട് ചെയ്യുമല്ലേ. അതായത് നേരെ ഒന്ന് തീരട്ടെ വെച്ച് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയത്, ഒന്ന് 2 പറയാൻ വേണ്ടിട്ട്. ഫേസ്ബുക്ക് ജസീറാവിയ മാടായാലും ഫേസ്ബുക്ക് നോക്കും. അതിന് ചിറ്റിലപ്പള്ളിക്ക് ജസീറയുടെ കത്ത്